അപ്പോൾ വീട്ടിലൊരു നാരകം വെച്ച് നിറയെ കായ്ച്ച കിടക്കുന്ന കാണാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ നാരകത്തിന് ചെയ്യേണ്ട വളങ്ങൾ എന്തെല്ലാം എന്നാണ് ഞാൻ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ നാരകത്തിന് നിങ്ങൾ നാരകത്തിൻ്റെ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല വെയിലത്താണോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തണം. നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താവണം നാരകം വെക്കേണ്ടത്. എത്രത്തോളം വെയിൽ കിട്ടുന്നോ അത്രത്തോളം ഇതിന് നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് വെയിലടിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കണം നാരകത്തിൻ്റെ ചെടി വെക്കേണ്ടത്. പിന്നെ നനയുടെ കാര്യം പറയുകയാണെങ്കിൽ ചട്ടിയിലാണെങ്കിൽ ദിവസവും, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ദിവസവും കുറച്ച് വെള്ളം കൊടുക്കണം. പറമ്പിലോ ഒക്കെ തൊടിയിലൊക്കെ ആണെങ്കിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ ആഴ്ചയിലൊരിക്കലൊക്കെ കൊടുത്താൽ മതിയാവും. അങ്ങനെയാണ് നനയുടെ കാര്യം വരുന്നത്. പിന്നെ നമ്മൾ വളം ചെയ്യുന്ന കാര്യം ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മളെ വീട്ടിൽ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് വളങ്ങൾ നമുക്ക് ആദ്യം പറയാം. ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വളങ്ങൾ, എല്ലാം നമുക്ക് കിട്ടിക്കോണമെന്നുണ്ടാവില്ല. അപ്പോൾ ഏതാണോ ചെയ്യാൻ പറ്റിയത് അത് നിങ്ങൾ ചെയ്യുക. ഒരുപാട് വളങ്ങൾ ഉണ്ട് ഇതിന് പ്രയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണോ നല്ലത് ചെയ്യാൻ പറ്റിയത് അത് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു വളമാണ് ചാരം. അടുപ്പിൽ ചാരം എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പോൾ അത് ഒരു പിടി, കൈയിൻ്റെ ഒരു പിടി ഉണ്ടാവാണ് കൊടുത്താൽ മതിയാവും. കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തടിയിൽ, നാരകത്തിൻ്റെ ആ തടിമ തൊടാതെ അതിന് ചുറ്റുമായിട്ട് ഒരു പിടി ചാരം ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി, അതും അധിക വീട്ടിലും കാണാറുണ്ട്. അപ്പോൾ ആ തൊലിയും ഇതിന് നല്ലൊരു വളമാണ്. അതിൻ്റെ കടക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ തൊലി ഇടുകയോ അല്ലെങ്കിൽ എന്നിട്ട് മണ്ണിട്ട് ചെറുതായിട്ടൊന്ന് മണ്ണിട്ട് കൊടുത്താലും മതിയാവും. അല്ലെങ്കിൽ പിന്നെ മിക്സിയിട്ടൊന്ന് കറക്കിയിട്ടതിന് ശേഷം ഒന്ന് വെള്ളം ഒഴിച്ച് കണ്ട് അങ്ങനെ കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ മുട്ടത്തോട് മിക്സിയിട്ട് കുറേ എടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് എഫക്റ്റ് കിട്ടും മുട്ടത്തോട്. അത് പിന്നെ മുട്ടത്തോട് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് അരിഞ്ഞില്ലാണ്ടായി ഒരുപാട് ടൈം കൊടുക്കുമ്പോൾ അതിന് പിന്നെ എഫക്റ്റ് കിട്ടാൻ. അപ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് വളമായി ചേർന്നോളും മണ്ണിൽ. അപ്പോൾ മുട്ടത്തോടുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഉള്ള ഒരു വളം എന്ന് വെച്ചാൽ, പിന്നെ ജൈവസ്ലറിയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ ജൈവസ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആട് പശുവൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആട്ടിൻകാഷ്ടം, ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ കാപ്പിപ്പൊടി 1 സ്പൂൺ എടുത്തുകൊണ്ട് 1 ലിറ്റർ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കലക്കി വെക്കുക. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം അതിൻ്റെ ചുവട്ടിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് പൂക്കാനും കായ്ക്കാനൊക്കെ ആയി നിൽക്കുന്ന ഒരു നാരകമാണെങ്കിൽ അതിനൊക്കെ ഒരു സഹായകമാണ് ഈ ഒരു കാപ്പിപ്പൊടി പ്രയോഗം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പാല് തിളപ്പിച്ച പാത്രമൊക്കെ കഴുകിയാണ്ട് അതിൻ്റെ ചുവട്ടിലേക്ക് ആ പാലിൻ്റെ പിന്നെ കഴുകിയ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കണമൊക്കെ നല്ലതാണ്. പിന്നെ കഞ്ഞിവെള്ളം നല്ലതാണ്. കഞ്ഞിവെള്ളം ഇടയ്ക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇറച്ചി മീനൊക്കെ അങ്ങനെ കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഈ നാരകത്തിന്. അപ്പോൾ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. നമ്മൾ ഒഴിച്ച് കൊടുക്കുകയും വേണം. അങ്ങനെയാണ് വേണ്ടത്. നല്ല നീർവാർച്ച വേണം. അതിൻ്റെ ചുവട്ടിലൊരിക്കലും വെള്ളം കെട്ടിക്കിടക്കരുത്. അപ്പോൾ നമ്മൾ ഏത് വളം കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് ഇളക്കി മറിച്ചൊരു കമ്പൗണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് ഇളക്കി മറിച്ചതിന് ശേഷം മാത്രം വളം ചെയ്യുക. എന്നാലേ വേരോട്ടം ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് അതൊക്കെ ഇടയ്ക്ക് അധികമാവരുത്. കൈയിൻ്റെ ഒരു നുള്ള് ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല.